നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 18ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ സിനിമയുടെ ഒരു കുതിച്ചുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ചരിത്രത്തിൽ അത് 1952 നല്ല കുതിച്ചുകയറ്റമായിരുന്നു. 11ഓളം സിനിമ ആ കാലഘട്ടത്തിൽ റിലീസ് ചെയ്തു എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ 1953 ആയപ്പോഴേക്കും ആ കുതിച്ചുകയറ്റമെല്ലാം കഴിഞ്ഞിരുന്നു. അതിൻ്റേതായ ഒരു ഗ്രോത്ത്, വളർച്ച ഒന്ന് മുരടിച്ചു. 11 നിന്നും 8 തീർന്നു അത്തവണത്തെ റിലീസിങ്. 8 സിനിമ മാത്രമാണ് 1953 റിലീസ് ചെയ്തോളൂ. 11 നിന്നും 8 കുറഞ്ഞു എന്നർത്ഥം. ആ കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തിരക്കഥയും സംഭാഷണവും ഗാനരചനയും സംവിധാനവും ഒക്കെ ചെയ്തുകൊണ്ടൊരാൾ രംഗത്തുണ്ടായി. തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു അത്. തിക്കുറിശ്ശി അതിനു മുമ്പ് അഭിനയിച്ചിരുന്നു, അല്ലെങ്കിൽ കഥ എഴുതിയിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇത്തവണ തിരക്കഥ അദ്ദേഹത്തിൻ്റേതായിരുന്നു, സംഭാഷണം അദ്ദേഹത്തിൻ്റേതായിരുന്നു, സംവിധാനം അദ്ദേഹത്തിൻ്റേതായിരുന്നു, ഗാനരചന അദ്ദേഹത്തിൻ്റേതായിരുന്നു, അഭിനയവും അദ്ദേഹത്തിൻ്റേതുണ്ടായി. അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബാലേന്ദ്രമേനോൻ അഭിനയം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം ഒക്കെ ചെയ്തിരുന്ന ബാലേന്ദ്രനെ പോലെ മറ്റു പലരും ഉണ്ട്, മേനോനെ പോലെ തന്നെ. എന്നാൽ ഇതിന് ആദ്യം തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ തിക്കുറിശ്ശിയാണ് എന്ന് നമുക്ക് പറയാം. ആ സിനിമയുടെ പേര് ശരിയോ തെറ്റോ എന്നതായിരുന്നു. അക്കാലത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങളാണ് അസോസിയേറ്റിൻ്റെ ആശാദീപം, നീലായുടെ അവകാശി, കൈലാസ് പിക്ചേഴ്സിൻ്റെ ലോകനീതി, നീലായുടെ തന്നെ പൊൻകതിർ, കലാസാഗറിൻ്റെ തിരമാല, വേലക്കാരൻ, ജനോവ തുടങ്ങിയവയൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവിടെ പ്രശസ്തമായ ഒരു തമിഴ് സിനിമയുണ്ടായിരുന്നു, ഔവയാർ. ഔവയാറിൻ്റെ ഡബ്ബ് പതിപ്പാണ് മലയാളത്തിൽ ഇറങ്ങിയത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം, അതായത് 1952 ഹിന്ദി സിനിമ ദേശ് ഭക്തൻ എന്ന ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ ഡബ്ബ് ഇറങ്ങി. അതേപോലെ ഈ കാലഘട്ടത്തിൽ 53 ഒരു തമിഴ് ചിത്രത്തിൻ്റെ ഡബ്ബും ഇറങ്ങി. അതാണ് ജനോവ ആയിരുന്നത്. ഔവയാറിൻ്റെ തമിഴ് പതിപ്പായിരുന്നു അത്. അതേപോലെ ആശാദീപത്തിൽ ജെമിനി ഗണേശനും സത്യനോടൊപ്പം അഭിനയിച്ചു. തമിഴിൽ നടനായിരുന്ന ജെമിനി ഗണേശൻ ആശാദീപത്തിലാണ് മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത്. സത്യനോടൊപ്പമായിരുന്നു. ശരിയോ തെറ്റോ എന്ന സിനിമയിലൂടെയാണ് അടൂർ ഭവാനി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. MGR അഭിനയിച്ച ഒരു മലയാള ചിത്രമേ മലയാളത്തിലുള്ളൂ. ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. ആ ചിത്രത്തിൻ്റെ പേരാണ് ജനോവ. അതിൽ ആലപ്പി വിൻസെൻ്റ്, BS സരോജം എന്നിവരും അഭിനയിച്ചാണ്. തമിഴ് സംവിധായകനായ F നാഗൂറാണ് ജനോവയുടെ സംവിധായകൻ. ബിഷപ്പിൻ്റെ വിളിയാകട്ടെ അംബികയുടെ ആദ്യത്തെ ചിത്രമായിരുന്നു. ഇങ്ങനെ ഉള്ള പ്രത്യേകതകൾ മാത്രമാണ് 1953 മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനും പറയാനുമുള്ളത്. അതേസമയം തന്നെ സ്ക്രിപ്റ്റിൻ്റെ ഡിസോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു. മറ്റൊന്നുണ്ട് സ്ക്രിപ്റ്റിൽ, ഹാഫ് വേ ഓപ്പണിംഗ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ തിരക്കഥാകൃത്ത് തന്നെയാണ് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ സംവിധായകനാണ് ചെയ്യുക. എന്താണ് ഹാഫ് വേ ഓപ്പണിംഗ്? പകുതിക്ക് വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഹാഫ് വേയിൽ വെച്ചാണ്, യാത്രയുടെ പകുതി അല്ലെങ്കിൽ വഴിയുടെ പകുതി എന്ന് പറഞ്ഞാൽ സീൻ്റെ പകുതിക്ക് വെച്ച് ഓപ്പൺ ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുക? സീരിയലിൽ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നു. ഇനി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നു, വണ്ടിയിൽ കയറുന്നു, യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നടന്നു, എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നു, ആ വീട്ടിലെത്തുന്നു, മുട്ടി വിളിക്കുന്നു, അയാൾ വരുന്നു, സംസാരിക്കുന്നു. ഇതാണ് പിന്നീട് കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന സീൻ. എന്നാൽ ഇതേ കാര്യം തന്നെ വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷാജി കൈലാസിൻ്റെ സിനിമയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള സിനിമ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഷാജി കൈലാസിൻ്റെ സിനിമകളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ക്രൈം സിനിമകൾ ഒക്കെ, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡുള്ള സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ ഹാഫ് വേ ഓപ്പണിംഗ് ആണ്. എക്സ് എന്നൊരാൾ വൈ എന്നൊരാളുമായിട്ട് സംസാരിക്കുന്നു, എവിടെ വെച്ചെങ്കിലും ആവട്ടെ, എന്ത് കാര്യങ്ങളും ആവട്ടെ. എക്സ് പറയുന്നു,
ഞാൻ ഇസൻറ്റിനോട് ചോദിക്കും ഇതൊക്കെ ശരിയാണോ എന്ന്. അയാൾ മറുപടി പറയട്ടെ. ടക്ക് അവിടെ കട്ട് ചെയ്യുന്നു. പിന്നെ കാണുന്ന ഇസൻറ്റിൻ്റെ മുമ്പിലാണ്. ഇസൻറ്റ് അതിനാണ് മറുപടി പറയുന്നത്. നീ പറഞ്ഞത് ശരിയല്ല, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. എത്ര പെട്ടെന്ന് അടുത്ത സീനിലേക്ക് പോയി. ഒരു ജമ്പില്ലാതെ, ഒരു ചാട്ടം തോന്നിക്കാതെ, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കാതെ യഥാർത്ഥത്തിൽ അടുത്ത വളരെ സ്പീഡിലാണ്. അയാൾ പറഞ്ഞു ഇനി ഞാൻ മറ്റവന് ഒരു പണി കൊടുക്കാനുണ്ട് എന്നാണ് സ്ക്രിപ്റ്റിലെങ്കിൽ പിന്നെ കാണുന്ന ഇടിയാണ്. അവിടത്തോളം പോകുന്നതല്ല, ആളെ കൂട്ടുന്നതല്ല, അവിടെ ഉണ്ടാകുന്ന തർക്കമല്ല, ഒന്നുമല്ല. ഞാൻ അവനോട് പകരം ചോദിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ കാണുന്നത് ആക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ഇടയ്ക്ക് വെച്ചാണത് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. അത് ചിലപ്പോൾ തിരക്കഥാകൃത്ത് എഴുതും ഹാഫ് വേ ഓപ്പണിംഗ് ആണ് അടുത്ത സീൻ, ഹാഫ് വേ ഓപ്പണിംഗ് എന്ന് പറഞ്ഞായിരിക്കും എഴുതുക. അല്ലെങ്കിൽ സംവിധായകനാണ് അത് ചെയ്യുക. ഇത് ഇത്തരം ക്രൈം സിനിമ തന്നെ വേണം എന്നില്ല. പ്രണയത്തിൻ്റേതായാലും കുടുംബകാര്യത്തിലായാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും ഒക്കെ ഈ ഹാഫ് വേയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ സ്പീഡ് മനസ്സിലാക്കിയിരിക്കുക, ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ഇൻ്റർകട്ടുകളുമുണ്ട്. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് സീൻ മാറുകയല്ല, ആ വ്യക്തി തന്നെ പോകുമ്പോൾ ഇൻ്റർകട്ടാണ്, അടുത്തയിലേക്കാണ്, ആ മുറിയിലേക്കാണ് കടന്നു പോകുന്നത്. പിന്നെ ആ മുറിയിൽ നിന്ന് അതെടുത്തു ഇതെടുത്തു, അത് കഴിഞ്ഞ് താഴേക്ക് വരുന്നു, ആളുമായിട്ട് സംസാരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്ത് ഒറ്റ സീനിൽ കൂടി തന്നെയാണ് പോണേ. അപ്പോൾ ഈ സീൻ ആ സ്പേസ് മാറുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോയി, മറ്റൊരാൾ പുറത്ത് വന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇങ്ങനെ ആ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കഥാപാത്രം മാറുന്നില്ല, സന്ദർഭം മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ഒരേ സമയത്താണ്, ഒരേ സ്ഥലത്താണ്, ഒരേ കഥാപാത്രമാണ്. മറ്റ് ചിലവർ എൻട്രി ഉണ്ടാവുമായിരിക്കാം മാക്സിമം. ഇതിന് ഇൻ്റർകട്ട് എന്നാണ്, ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക്. അതേപോലെ സീൻ 1 B2 അല്ലെങ്കിൽ C എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. കണ്ടിന്യൂസ് സീൻ വരുന്നതാണ്. അത് വഴിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഹാഫ് വേ ഓപ്പണിങ്ങും ഇൻ്റർകട്ടും. ഇത് എഴുത്തുകാരനും കൂടി ഒന്ന് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. സംവിധായകൻ ഉചിതം പോലെ അത് ചെയ്യാറുണ്ട്, എങ്കിലും എഴുത്തുകാരനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് നല്ലത്. മുന്നോട്ടുള്ള പോക്കിന് എപ്പോഴും അതായിരിക്കും. തിരക്കഥ എഴുതുമ്പോൾ അത് മുന്നോട്ടുള്ള പോക്കിനും വ്യക്തമാക്കാനും അതേപോലെ തന്നെ അസൂക്ഷ്മമായി എഴുതുവാനും അല്ലെങ്കിൽ അത് മുന്നേ കണ്ടെഴുതാനും ഒക്കെ ഇത് സഹായകരമാവും. ഇത് മറ്റ് സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന സിനിമകളിൽ, നിർമാല്യം പോലുള്ള സിനിമകളിൽ എങ്ങനെ ഉപയോഗിച്ചു, അന്നും ഉപയോഗിച്ചാണ്, അതെങ്ങനെ ഉപയോഗിച്ചു, അതിൻ്റെ തിരക്കഥകളിലേക്ക് ഇനി അടുത്ത ഭാഗത്തിൽ പോവുകയും അതോടൊപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി നമുക്ക് അതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. ഈ എപ്പിസോഡ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ, തിരക്കഥ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനു മുമ്പുമുള്ള എപ്പിസോഡുകൾ ഒന്ന് കാണുക, നന്നായിരിക്കും. അത് ഉപകാരപ്രദമായിരിക്കും. പ്രയോജനകരമായ ആ എപ്പിസോഡ് കാണാൻ നിങ്ങളെ ക്ഷണിക്കുക കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.